വേദിയിൽ പോസ്റ്റായിരിക്കുന്ന ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രവിക്കുന്ന നല്ലവരായ ദേശ നിവാസികൾ, കർത്താവിൻ്റെ മഹത്വമാർന്ന വേലയിൽ ഈ പട്ടണത്തിലെ ഓരോരോ തലങ്ങളിലും ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ രാത്രി ദൈവവചന കേൾവിക്കും ആരാധനയ്ക്കുമായി ഗ്രൗണ്ടിൽ പോസ്റ്ററായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു രാത്രി കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു രാത്രി കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം ഈ 2020 രണ്ടാമത്തെ മാസത്തിലും തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്തരുണത്തിൽ ഉപ്പുതറ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ 30ാമത് വാർഷിക കൺവെൻഷനിൽ ഇന്നും നാളെയും വചന പ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച ആദരണീയരായ ദൈവകുഞ്ഞുങ്ങളോടും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരോടുമുള്ള അകമഴിഞ്ഞ നന്ദി എന്ന് രാത്രി രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസനോട് ക്ഷണിക്കുകയും തക്ക സമയത്ത് വരുവാൻ ഇടയാകുകയും ചെയ്തു. ഇന്ന് രാത്രി യോഗ ലീഡ് ചെയ്യുന്ന ആദരണീയനായ ദൈവത്തിൻ്റെ ദാസൻ, പ്രത്യേകിച്ച് ഈ സെൻറ്ററിന് നേതൃത്വം കൊടുക്കുകയും ഹയർ റേഞ്ചിൻ്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ പ്രൊഫസർ KV വർക്കി അവർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസ്പ, അതിലെ കുഞ്ഞുങ്ങളെല്ലാം അനവധി ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ഉയർത്തിയവരാ. ഇന്ന് രാത്രിയും ഒരുമിച്ച് ദൈവവചനവും അവരുടെ ശുശ്രൂഷയും ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. അവരെ ഓർക്കുന്നു. മീഡിയയിൽ കൂടി മറ്റ് പല സ്ഥലങ്ങളിലും ഞങ്ങളെ ശ്രവിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നന്ദി. മീഡിയ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസനെ ഓർക്കുന്നു. മൈ ലൈവ് സ്ട്രീമാണ്. എൻ്റെ കുറേ പ്രസംഗങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ കൊണ്ടുവിട്ടതാ, പക്ഷേ പൈസയൊന്നും തന്നില്ല. ഇപ്രാവശ്യം ഉപ്പുതറയെന്ന് ഞാൻ കാശ് മേടിച്ചുകൊണ്ടേ പോകത്തോളൂ. ആ ദൈവദാസനെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തിലേക്ക് പ്രവേശിക്കും. പ്രത്യേകിച്ച് വളരെ ഗുളിക രൂപത്തിൽ കാര്യങ്ങളെല്ലാം അച്ഛൻ ശരിയാക്കി തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പല സെൻട്രൽ കൺവെൻഷൻ പോയാലും 8 മണി നേരെ മൈക്ക് കിട്ടത്തോളൂ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ദേ പോയി ഇതാ വന്ന് 9-ന് നിർത്തിയും വേണം. നാളെ ഇച്ചിരി നേരത്തെ തുടങ്ങും. വെളിപ്പാട് പുസ്തകമായിരിക്കും. ഇന്ന് 3 കാര്യങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ പ്രതിപാദിക്കും. ഒന്ന്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കളിക്കാവിളയിൽ കണ്ടു, പട്ടാപ്പകൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നു. ഓൺ വേൾഡ് മിലിറ്ററി കം ടു ദ വേൾഡ്. നമ്പർ 2, വട്ടിയൂർക്കാവിൽ IOSROക്കാർ ഒരു പെൺകൊച്ചിനെ റെഡിയാക്കി നിങ്ങളോട് സംസാരിപ്പിച്ചു. വ്യോമമിത്ര 2022 അവൾ മുകളിലേക്ക് പറക്കാൻ പോകുന്നു. 3, ഇന്ന് രാത്രി നമ്മൾ ഉപ്പുതറ വിട്ടാൽ നമുക്ക് പോകാൻ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഇത്രയും പറയുമ്പോൾ ഇന്ന് രാത്രിയിലെ പ്രഭാഷണം. ബൈബിളുണ്ട്, സയൻസ് ഉണ്ട്, വിജ്ഞാനമുണ്ട്. ശ്രദ്ധയോടെ ഇരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ എല്ലാം ഇതിൻ്റെ ബോക്സുകളൊക്കെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു മതത്തിനോ സംഘടനയ്ക്കോ രാഷ്ട്രീയത്തിനോ ഒന്നും എതിരല്ല. വരുവാൻ പോകുന്ന കാലങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ പ്രാവചനിക വിഷയങ്ങളായിരിക്കും. ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിൽ നമുക്ക് ചൈനയിലെ കൊറോണയോ ഗുജറാത്തിലെ വെട്ടുക്കിളിയും മറ്റേ ഇപ്പം ജനം CAA NPR ഇതെല്ലാം വെളിപ്പാടിൽ കൂടി ചിന്തിക്കാം. ദൈവമക്കൾ പ്രാർത്ഥനയോട് 1-2 കാര്യങ്ങൾ തൊട്ടുവച്ച് വചനത്തിലേക്ക് അടക്കും. നാം പാർക്കുന്ന ഭൂമി 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 രാഷ്ട്രങ്ങൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 1000 കോടി ജനതയിലേക്ക് ലോക ജനസംഖ്യ. നാളെ ഇവിടെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് രാജിവെക്കുന്നു, RBIയുടെ ഗവർണർ രാജിവെക്കുന്നു, പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ രാജിവെക്കുന്നു, ഭരണ രാഷ്ട്രീയ മീമാംസ കൈകാര്യം ചെയ്യുന്നവർ മുഴുവൻ രാജിവെക്കുന്നു. ഒരു കുടുംബത്തിൽ സ്വസ്ഥതയില്ല, ചർച്ചുകളിൽ സ്വസ്ഥതയില്ല, കുഞ്ഞുങ്ങളിൽ സ്വസ്ഥതയില്ല, പട്ടണങ്ങളിൽ സ്വസ്ഥതയില്ല. അശാന്തിയുടെ വിത്തുകൾ ദേശം മുഴുവൻ ആഞ്ഞടിക്കുന്നു. നാളെ ഇവിടെ എന്ത് സംഭവിക്കും? ഒന്ന് തട്ടുകൊച്ചു കൊണ്ടുവരാം. സുന്ദരമായ അമേരിക്ക, പ്രത്യേകിച്ച് പെന്തിക്കോസുകാരുടെ സ്വപ്നഭൂമി,
അമേരിക്കയുടെ കാര്യം വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. നമ്പർ 1, കഴിഞ്ഞ വർഷം അമേരിക്കയുടെ ട്രംപ് ട്രഷറിയുടെ താക്കോൽ പൂട്ടി പോക്കറ്റിനകത്തിട്ട് കറങ്ങി നടന്നു, മലയാളി കരഞ്ഞു. 2, അമേരിക്കയുടെ തൊട്ടടുത്തൊരു പട്ടണമുണ്ട് മെക്സിക്കോ, അവിടെ നിന്ന് എല്ലാവരും മതിലയാടുന്ന കണ്ട് അമേരിക്ക ഇന്ന് വേലി കെട്ടിക്കൊണ്ടിരിക്കുന്നു, സാമ്പത്തിക അസ്ഥിരത. 3, ഇലക്ഷനിലേക്ക് ട്രംപ് നീങ്ങുന്നു. അങ്ങനെയെങ്കിൽ ട്രംപിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം, കുട്ടിക്കാനം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം വരുന്നതാ അമേരിക്കയിലെ ഇംപീച്ച്മെന്റ്. അതിൽ ഒന്നാമത്തെ തലമായ സെനറ്റിനകത്ത് നാൻസി പെലോസി എന്ന് പറയുന്ന സ്പീക്കർ ട്രംപിനെ ഔട്ടാക്കാൻ നോക്കി, അവിടെ പാസ്സായി. രണ്ടാമത്തെ ഡെമോക്രാറ്റുകളുടെ പാർലമെന്റിൽ വന്നാൽ ട്രംപ് കർ വാപ്പസിയാകും. അതുകൊണ്ട് ഈ ജനുവരി മാസത്തിൽ ട്രംപ് നല്ല ഒരു പരിപാടി ചെയ്തു, കണ്ടില്ലേ? ഇസ്രയേലിന്റെ GPS ഉപയോഗിച്ച് ഇറാന്റെ പ്രസിഡന്റായിരിക്കുന്ന ഹസൻ റുഹാനിയുടെ വലങ്കൈയായ ഖമർ സുലൈമാനിയെ ആളില്ലാ വിമാനം വെച്ച് അടിച്ച് കൊന്നുകളഞ്ഞു, അമേരിക്കയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇത് രാഷ്ട്രീയത്തിന്റെ വലിയ തന്ത്രമാണ്. പണ്ടോ നമ്മുടെ കേരളം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിനെതിരെ ശ്രീ ഉമ്മൻചാണ്ടി സാറോ രമേശ് ചെന്നിത്തലയൊക്കെ ഒരു ആരോപണം കൊണ്ടുവരും. അപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? DGPയെ വിളിക്കും, പഴയ സരിത ചേച്ചിയുടെ 2 പരാതി അങ്ങോട്ട് എടുക്കും, ഒപ്പിടും, SP മാർക്ക് കൊടുക്കും, പിന്നെ അന്വേഷിക്കത്തില്ല, അത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. അതുപോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഒരു തട്ടിപ്പിൽ ഇങ്ങനെ നിൽക്കുക, തീർന്നില്ല. അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം കാനഡ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം 15 കൊടുത്തു പോകുന്നു, അതിശൈത്യം ആഞ്ഞടിക്കുന്നു, ദൈവം വെച്ച ചൂടും തണുപ്പിനും അപ്പുറം മഞ്ഞുകട്ടകൾ ഉരുകുന്നു, കാനഡയിൽ ജോലി സാധ്യതകൾ മങ്ങുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത കടൽ കിട്ടുമ്പോൾ അടുത്തവനെ കിട്ടും ഗ്രേറ്റ് ബ്രിട്ടൻ, സൂര്യനസ്തമിക്കാത്ത റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിന്റെ സ്ഥിതി അറിയാമോ? ഇന്ന് യൂറോപ്യൻ യൂണിയനകത്തുനിന്ന് ബ്രിട്ടൻ പുറത്തേക്ക് പോകുന്നു. നിങ്ങളുടെ പത്രങ്ങൾ, ടെലിവിഷൻ, മീഡിയ എല്ലാം കാണുന്നുണ്ട്, ബ്രെക്സിറ്റ്. എന്താ ബ്രിട്ടൻ, എന്താ ഇത് പുറത്തു വന്ന് എല്ലാം കേൾക്കണം. 1990-ൽ റഷ്യയിലൊരു ഭരണാധികാരി വന്ന് മിക്കായൽ ഗർബച്ചോവ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വിഭജിക്കുമെന്ന് സഖാവ് EMSനോ AKGക്കോ അല്ലെങ്കിൽ ശ്രീ MA ബേബിക്കോ ഇടുക്കിയിലെ ശ്രീ MM മണിക്കോ ആർക്കും അറിയത്തില്ല. ബൈബിളിലുണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വിഭജിക്കും. യഹസ്കേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിന് വീണുപോയ ദൂതന്മാരുടെ ശ്രേണിയാ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, റഷ്യ, ട്രൂബൽ, ടുബാസ്കോ, മേശക്, മോസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6-1 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ 6 നിന്നെ വെട്ടിമുറിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ഇതാ കറക്റ്റ് കണക്ക്, ബൈബിളിന്റെ പ്രവചനം, നൈർമല്യത. റഷ്യ പോയപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് വന്നു, അവന്റെ പേരാ EU, യൂറോപ്യൻ യൂണിയൻ. 12 രാജ്യങ്ങൾ വോട്ടിടാം, 16 പേർ ചായ കുടിക്കാം, 28. അതിലൊന്നിനെ സ്വർഗത്തിലെ ദൈവം വെട്ടി. ബ്രിട്ടൻ, ബ്രെക്സിറ്റ്. നാടൻ ഭാഷയിൽ ഉപ്പുതറയിലെ സിസിലി സിസ്റ്റർ നല്ല ഒരു മീൻ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിനകത്ത് കൊണ്ടുവന്ന് വാൽ മുറിച്ച് മാറ്റുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ബ്രിട്ടനെ വെട്ടി. ബ്രെക്സിറ്റ്. 12 ആരാ? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-1 പോയി, ഇനി 11. ഒരുത്തൻ കൂടി പോയാൽ അന്ന് രാത്രി എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. നമുക്ക് പോകേണ്ട പ്രത്യാശയൊന്നും ഇല്ലല്ലോ. ഫ്രാൻസ് ഇപ്പൊ ഇളകിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ ഈ രാഷ്ട്രങ്ങൾ, അതാ വെളിപ്പാട് പുസ്തകത്തിന്റെ നിവർത്തി. അപ്പോൾ 10 കൊമ്പ്, 12-1 പോയ ചായ 11. ഇനി അടുത്ത എപ്പോൾ പോകുന്നറിയത്തില്ല. 7 തല വിചാരിക്കരുത് വല്ല മന്ത്രിമാരുടെ തലയാ, ഇതൊന്നുമല്ല. ഇറ്റലിയിലെ ടൈബർ നദീ തീരത്ത് അക്കരെ 7 മലയുണ്ട്. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവന്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഇന്നലത്തെ എക്യൂമെനിക്കൽ സഭയുടെ നേതൃത്വത്തിലേക്ക്. തീർന്നില്ല. രാജമുടി, അവന്റെ ഭരണം, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം. എതിർ ക്രിസ്തു, തുമ്പകെട്ടയുടെ നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ പർമ്മം. അങ്ങനെ ഒരുവൻ എഴുന്നേറ്റു വരും. അത് പുള്ളിപ്പുലിക്ക് സദൃശം. തകർന്നു പോയ ഗ്രീസ്, അതിന്റെ കാൽ, കരടിയുടെ കാൽ. ഇന്നത്തെ ഇറാൻ,
അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം ഇന്നത്തെ ഇറാഖ്. അതിന് മഹാസർപ്പം ഏതനി കണ്ട കുഞ്ഞു പാമ്പ് വെളിപ്പാട് പുസ്തകത്തിൽ ഉലകത്തെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞു. മഹാസർപ്പം വലിയ ശക്തി, അധികാരം, സിംഹാസനം, മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ ലഭിക്കുന്നു. അവൻ്റെ പേര് ഏകലോക ഭരണം. ലോകം ഒരുവന്റെ കയ്യിലെത്താൻ പോകുന്നു. അതാ നിങ്ങളുടെ പത്രവാർത്ത രാത്രിയിൽ. ബ്രെക്സിറ്റ്, ബ്രെക്സിറ്റ്, ബ്രിട്ടൻ ഔട്ട്. അങ്ങനെയെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി നല്ല ചില ഓപ്പർച്യൂണിറ്റികൾ അപ്പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പേര് അയർലൻഡ്, ന്യൂസിലൻഡ്, സ്പെയിന്, അത് കഴിഞ്ഞിട്ട് ഫിൻലാൻഡ്, ഇപ്പം മാൾട്ടാദ്വീപ്. നേഴ്സുമാർക്ക് 3, എഞ്ചിനീയർമാർക്ക് 2. പറക്കാൻ നല്ല സ്ഥലങ്ങൾ അതിൻ്റെ അപ്പുറത്ത് റെഡിയായി കിടക്കുന്നു. തീർന്നില്ല. പക്ഷേ സ്കൂളിൽ പോയിട്ട് വെറുതെ ഇരിക്കുന്നവരല്ല. BSc നേഴ്സ്, MSc നേഴ്സ്, ബയോ ടെക്നോളജികൾ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡയാലിസ്, ഫിസിയോതെറാപ്പി, പിന്നെ BCA MCA പഠിച്ച കുഞ്ഞുങ്ങൾക്ക് പറക്കാം. 3 ലക്ഷം വീതം കാശ് മേടിക്കാൻ നല്ല സ്ഥലം. അത് കഴിഞ്ഞാൽ കടൽ നീണ്ടാൽ അങ്ങേയറ്റത്തെത്തും. അതാ ആഫ്രിക്കൻ രാജ്യങ്ങൾ. അവിടെ മുഴുവൻ അടിയന്തരാവസ്ഥ. കോങ്കോ, ഹെയ്ത്തി, നൈജീരിയ, സാംബിയ, സിംബാബ്വെ മുഴുവൻ മാസ്ക്. അവിടെ ഒരു വൈറസ് ഇറങ്ങി. അവൻ്റെ പേര് എംബോള വൈറസ്. ആയിരങ്ങൾ മരിച്ചു വീഴുന്നു. അത് കഴിഞ്ഞാൽ കടൽ റിവേഴ്സിൽ വരുമ്പോൾ അടുത്ത സ്ഥലം കിട്ടുക സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. ഒരു കാലത്ത് നമ്മുടെ ഇടുക്കിയിലൊക്കെ പ്രളയമോ എന്തൊക്കെ വന്നാൽ ഫുഡ് തരും, ബ്ലാങ്കറ്റ് തരും, എണ്ണ തരും. ഇവിടുന്ന് മലയിടിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ പട്ടാളം 4 കോടി. റഷ്യ is going prepare for a third world war. The regiment is for crowds going. എന്താ? ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഒരു ഉപഗ്രഹം വാനത്തിന്റെ മേഘത്തിലേക്ക് പറക്കുന്നതിന് മുമ്പ് കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നത് പോലെ റഷ്യ 4 കോടി പട്ടാളത്തെ തകയുന്നു. എന്തിനു വേണ്ടി? ഇസ്രയേൽ ആക്രമിക്കപ്പെടുവാൻ. പണ്ട് ഞാനിതൊക്കെ പ്രസംഗിച്ചാൽ ആൾക്കാർ പറയും ഞാൻ നാട്ടുകാരെ പേടിപ്പിക്കുവാന്ന്. ഇപ്പം ഇന്ത്യയുടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ശശി തരൂർ, അദ്ദേഹം ലോകത്തോട് പറയുന്നു, വരുന്നു 3ാം ലോക മഹായുദ്ധം. ഈ ജനുവരിയിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഏഷ്യാനെറ്റ് വാർത്ത വായിക്കുന്ന അളകനന്ദ പോലും പറഞ്ഞു, വരുന്നു തേർഡ് വേൾഡ് വാർ, 3ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ എഗസ്കേൽ 38:8 നിവർത്തി റഷ്യ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേല് നീ ഒരുങ്ങിക്കൊള്ളുക. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഒരു സൈന്യം നിനക്ക് മേധാവിയായി തീരും. അത് കഴിഞ്ഞാൽ കടൽ കടക്കുമ്പോൾ അടുത്ത നദിയ ആംസ്റ്റർഡാം. അതിൻ്റെ അക്കരെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാ ഓസ്ട്രേലിയ. നല്ല സ്ഥലം. പണ്ട് പെന്തിക്കോസിൽ നമ്മുടെ പ്രവാചകന്മാർ കുഞ്ഞുങ്ങളുടെ തലയിലെല്ലാം ഇട്ട് തല കറക്കി പറയും, മോളെ നിന്നെ കങ്കാരു ഉള്ള രാജ്യത്തേക്കും, തീർന്നില്ല മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്കും. അതാ ഓസ്ട്രേലിയ. നല്ല സ്ഥലം, നല്ല കാശടിച്ച് മാറ്റാം. തീർന്നില്ല. കടൽ പുറകോട്ട് ചലിക്കുമ്പോൾ ലോകത്തിൻ്റെ മധ്യപകുതി, പശ്ചിമേഷ്യ, 21 രാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു കുഞ്ഞൻ നിൽക്കുന്നു. അവൻ്റെ പേരാ ഇസ്രായേൽ. ഇന്ന് സകല രാഷ്ട്രങ്ങളും അവനെ പേടിക്കുന്നു. ഇസ്രയേൽ. അവന് 2 കസിനുണ്ട്. ഒന്ന് ഇന്ത്യ, ഒന്ന് അമേരിക്ക. നാളെ ഈ തലമുറയിൽ നിങ്ങൾ ശവപ്പെട്ടി പോകാതെ ഉപ്പ് തറയുന്ന പറന്നു പോകുന്ന കണക്കും ഇസ്രയേലും പറയുമ്പോൾ കാര്യം മനസ്സിലാകും. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഭീഷണിയായി ഇസ്രയേൽ. അവിടെ ഒരു അസ്ഥിര ഭരണം നിൽക്കുന്നു. ഇന്ന് മനോരമയിലുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. ഇസ്രയേലിൽ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് എളുപ്പമത്. അവൻ്റെ അയൽവാസികൾ സിറിയ കത്തുന്നു, ജോർദാൻ പുകയുന്നു, ലെബനോനിലെ മലയാളി കുഞ്ഞുങ്ങൾക്ക് വരെ തോക്ക് കൊടുത്തിരിക്കുന്നു. അസ്ഥിരാവസ്ഥ. യമനിൽ ഹൂത്തി വിമതർ ശക്തമായി ആഞ്ഞടിക്കുന്നു. അത് കഴിഞ്ഞാൽ കടൽ കടന്നാൽ നേരെ മുൻപോട്ട് വരുമ്പോൾ 2 രാഷ്ട്രങ്ങൾ കടലിൻ്റെ അവിടെ. ഒന്ന് ഇറാഖ്. ഇന്നത്തെ ഇറാഖിൻ്റെ അവസ്ഥ അറിയാമോ? അവിടെ നിങ്ങൾ അറിയാതെ ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രി കൺവെൻഷൻ കഴിഞ്ഞിട്ട് മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൻ്റെ പേരാ ട്രേഡ് ബാബിലോൺ. എന്താ ട്രേഡ് ബാബിലോൺ? ദാണ്ട് ഈ ഉപ്പുതറ കടയുടെ മുമ്പിലെല്ലാം ഒരുവൻ വന്നില്ലേ, GST കമ്പ്യൂട്ടർ വില നിശ്ചയിക്കാൻ പോകുന്നു. യമൻ്റെ മുഴുവൻ കാര്യവും ഇറാഖിലേക്ക് പോകാൻ പോകുന്നു. ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ കട്ടപ്പനയിലെ കൊച്ചു കടകളെല്ലാം ഗുഡ് ബൈ. അച്ചായന്മാർ വീട്ടിയിരിക്കാം. സ്വത്രം, റിലയൻസ്, ആദിത്യ, മോർമോർ, പെൻഡലൂൺ, വാൾമാർട്ട്, ലൂലു. യമൻ്റെ തലതൊട്ടപ്പൻ ഇറാഖിൽ വരുന്നു. ട്രേഡ് ബാബിലോൺ, മഹദിയാം ബാബിലോൺ. സെക്രിയ പ്രവചനം 5:11. അവൾക്ക് ഷീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോന്നു. വീട് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്ക്. മഗദിയാം ബാബിലോൺ തിരിച്ചു വരുന്നു. തീർന്നില്ല. അടുത്തത് ഇറാൻ. ഇന്ന് സകല എണ്ണക്കപ്പലിന് നേരെയും അവൻ തോക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണക്കപ്പലുകൾ മുഴുവൻ അവൻ്റെ ആക്രമണ ഭീതിയിൽ. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത സ്ഥലം കിട്ടും. അതിൻ്റെ പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ശാപ്പാടടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം GCC. അബ്രഹാം സാറ മരിച്ചപ്പോൾ ഒരു സഹോദരിയെ വിവാഹം ചെയ്തു. കെദൂറ.
അവളിൽ 6 മക്കളുണ്ടായി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, ബഹറിൻ, മസ്കറ്റ്, കുവൈറ്റ്. ഒരമ്മയുടെ മക്കൾ. അതുകൊണ്ട് സൗദി അറേബ്യ പോയി കട്ടപ്പനക്കാരൻ കാശടിച്ച് മാറ്റിയിട്ട് ദുബായി പോകാൻ നിൽക്കരുത്. എയർപോർട്ടിൽ വെച്ച് അവൻ്റെ കഴുത്തെ കയറ് വീഴും. കമ്പ്യൂട്ടർ ഒന്ന്. ഒരമ്മയുടെ മക്കൾ. അവരുടെ ഗൾഫിലെ സ്ഥിതി എന്തെന്നറിയാമോ? സൗദി അറേബ്യ പുകയുന്നു. കണ്ടില്ലേ? സൗദിയിലെ സുന്ദരമായ എണ്ണ കമ്പനി അരംകോ ഇന്ന് വിറ്റ് കാശാക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ തോമാച്ചായൻ റബ്ബറും തോട്ട സ്ലോട്ടർ കൊടുത്തതുപോലെ സൗദിയിൽ എണ്ണ കമ്പനി വിറ്റുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല. യമനിലെ മിസൈൽ സൗദിയുടെ എയർപോർട്ടിലെല്ലാം വീണുകൊണ്ടിരിക്കുന്നു. അരക്ഷിതാവസ്ഥ. 2 വർഷത്തിനകം 12 ലക്ഷം പേരെ സൗദി പുറത്തുവിടാൻ പോകുന്നു. തീർന്നില്ല. അടുത്ത ഇപ്പുറത്ത് കയറിയാൽ ദുബായ്. 2020 അവൻ്റെ കാര്യവും ഗുഡ് ബൈ. അവന് 20 ആകാൻ പോകുന്നു. മലയാളികളെ തട്ടാൻ പോകുന്നു. അപ്പുറത്തേക്ക് കാണുന്നാൽ മസ്കറ്റ്. അവിടുത്തെ ഷേഖ് ഇന്ത്യയായിട്ട് നല്ല ബന്ധമായിരുന്നു. മരിച്ചു കഴിഞ്ഞു. മസ്കറ്റിലെ വേക്കൻസി അല്ല, സ്വദേശീവൽക്കരണം. അവനും തീരാൻ പോകുന്നു. GCC. പ്രത്യേകിച്ച് ഇടുക്കിയിരിക്കുന്ന അച്ചായന്മാരോട് അമ്മാമ്മമാരോട് ദൈവനാമത്തിൽ പറയുക, നിങ്ങളുടെ പെൺപിള്ളാരെ ആരെയും ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കല്ലേ. കാലം തീരാറായി. നാട്ടുമാങ്ങ വീഴുന്ന പോലെ വീഴാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ കടൽ കടക്കുമ്പോൾ 6-7 രാഷ്ട്രങ്ങൾ ഒരു നിര. 1 നാളെ ചിന്തിക്ക് ചൈന കൊറോണ. 2 ഫിലിപ്പൈൻസ് വലിയ കുഴപ്പമില്ല. ജപ്പാൻ വാഹന വിപണി ഓക്കെ, സാമ്പത്തിക മാന്യമില്ല. തായ്ലൻഡ് ജനമിളകുന്നു. അപ്പുറത്ത് ഫിലിപ്പൈൻസിന് വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും 2 പേരെ കിട്ടും. അവറാച്ചായൻ, തോമാച്ചായൻ. വടക്കൻ കൊറിയ, തെക്കൻ കൊറിയ. എന്നും കലാപമായിരുന്നു. സ്വോത്രം. ഏതോ ഉപദേശി പോയി 40 ദിവസം ഉപവസിച്ച് അവൻ്റെ 2 പേരെയും തലേ കൈവച്ച് ഇപ്പോൾ ഒരു സ്വസ്ഥതയായി വാർത്തയില്ലാതെ സന്തോഷമായിരിക്കുന്നു കൊറിയക്കാർ. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അടുത്തത് കിട്ടും. അടുത്ത കടലിൽ പാകിസ്ഥാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ 2ാമത് അധികാരത്തിലേറ്റു. ഒറ്റ രാത്രി 43,000 പട്ടാളക്കാരെ കാശ്മീരിൽ. ഇന്റർനെറ്റ് സേവനം നിർത്തി. കാശ്മീരിനെ ലഡാക്കിനെ 2ആക്കി വിഭജിച്ചു. കേന്ദ്രം കയ്യിലെടുത്തു. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ശ്രീ ഇമ്രാൻഖാൻ ഒറ്റ ഓട്ടം UN-ൽ, സാർ ഞങ്ങൾക്ക് കാശ്മീർ വേണം. UN കമ്മിറ്റി വിളിച്ചു. 4 പേർ ഇന്ത്യക്ക് വേണ്ടി കരം കൊടുത്തു. 1 ഫ്രാൻസ്, 2 റഷ്യ, 3 ബ്രിട്ടൻ, 4 അമേരിക്ക. തോറ്റ് തുന്നം പാടി ചൈന മാത്രം പാകിസ്ഥാനോട് നിൽക്കുന്നു. ഇപ്പോൾ അവൻ UN കോടതിയിലേക്ക് പോയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ന് രാത്രി ചിന്തിക്ക് കലാപങ്ങളുടെ ഭൂമിയായി. അത് കഴിഞ്ഞാൽ നാം പാർക്കുന്ന ഇന്ത്യ. ഇതിനോട് ചേർന്ന് ചില ദ്വീപുകൾ. 1 മാലിദ്വീപ്. കഴിഞ്ഞ ആഴ്ചയും IS. ഇന്ന് രാത്രി അത് ചിന്തിക്കാം. അപ്പുറത്ത് വീണ്ടും കിടക്കുന്നു ശ്രീലങ്ക. കഴിഞ്ഞ ദിനങ്ങളിൽ അവിടെ ആഞ്ഞടിച്ചു. മറ്റതിർത്തി ബർമ, മ്യാൻമാർ, ഭൂട്ടാൻ. ഇതൊന്നും കുഴപ്പമില്ലായിരിക്കുന്നു. നാം പാർക്കുന്ന ഇന്ത്യ എത്ര കോടി? 150 കോടിയിലേക്ക് പോകുന്നു. IT, BT, ND, ഇൻഫർമേഷൻ, ബയോ, നാനോ ടെക്നോളജി എല്ലാം കുതിക്കുന്നു. ഗഗൻയാൻ, മംഗൾയാൻ, വിക്രം ലാൻഡർ എല്ലാത്തിനെയും മേളി വിടാൻ പോന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യയുടെ ധനമന്ത്രി ഖജനാവ് അറിയില്ല. സഹോദരിയുടെയിൽ തിമത്തിയോസ് എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് സ്ത്രീകളിലേക്ക് അധികാരം വരും. സ്തോത്രം. ആ സഹോദരി പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ കാശില്ല. കാണുന്നില്ലേ? തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കുന്നു. വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വിൽക്കുന്നു. എയർ ഇന്ത്യ വിൽക്കുന്നു. LIC വിൽക്കുന്നു. IDBI വിൽക്കുന്നു. ആര് കൊണ്ടുവന്നെന്നറിയത്തില്ല. ഇവിടുന്ന് എറണാകുളത്ത് പോകുന്ന ബസ് നിങ്ങൾ പോകുമ്പോൾ കാണുന്ന BPCL-ഉം എല്ലാം വിറ്റ് കാശാക്കുന്ന ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. അന്ത്യകാലം. ഇതെല്ലാം പോകുന്ന ഇന്ന് രാത്രി ഇതെല്ലാം മഗതിയാം ബാബിലോണിലേക്ക് കൂടാൻ പോവുക. അങ്ങനെയെങ്കിൽ കാശില്ല. SBIയോടും ബാങ്കുകളോടും പറയുന്ന പൈസ മാർക്കറ്റിൽ കൊടുക്കാൻ. അരക്ഷിതാവസ്ഥ. അത് കഴിയുമ്പോൾ നാം പാർക്കുന്ന കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, നല്ല ജനം, വാഗ്ദത്ത ദേശം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്ന് പത്രവാർത്തകൾ കണ്ടാൽ കേരളം എന്തെന്ന് തോന്നും. കണ്ടില്ലേ? ഇന്ന് ജമത്സം പറഞ്ഞു കേട്ടില്ലേ? മാനത്തോടിരുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച കൊച്ചിന് രാത്രിയുടെ 3-ാം യാമത്തിൽ പാറക്കെട്ടിനകത്ത് വലിച്ചെറിഞ്ഞ മാതൃത്വത്തെ കണ്ടെങ്കിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 2018 ഓഗസ്റ്റ് 15, 16, 17 ഇവിടെ ഒരു പ്രളയം. നോഹയുടെ കാലം. മുല്ലപ്പെരിയാർ, പമ്പയാർ, കരമനയാർ, പക്രാനങ്കൽ, ചെറുതോടി എല്ലാം തുറന്നു വിടും.
ബൈബിളിലുണ്ടോ? സങ്കീർത്തനം 74, നീ ഉറവകളെയും ഒഴുക്കുകളെയും തുറന്നു വിട്ടു. അതിനിവിടുത്തെ മുഖ്യമന്ത്രി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയുടെ പ്രസിഡന്റിന്റെ വീട്ടിലും വെള്ളം കയറി. കഴിഞ്ഞ ആഴ്ച ദുബായിൽ പെരുമഴ, സൗദി അറേബ്യ പെരുമഴ, ആലിപ്പഴം വീഴുന്നു. ആര് ഡാം തുറന്നയാന്ന് അറിയത്തില്ല. ഇത് സാമ്പിൾ വെടിക്കെട്ട് നോഗയുടെ കാലം. അത് കണ്ട് മുഖ്യമന്ത്രി ഒന്ന് രക്ഷപ്പെട്ട് മസാല ബോണ്ടൊക്കെ ശരിയാക്കി 10 കാശ് റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ 2019 നിലമ്പൂരിനപ്പുറം കവളപ്പാറ പുത്തുമല. വല്ലവരും പത്രം വായിച്ചായിരുന്നോ? കവളപ്പാറ പുത്തുമല, ബൈബിളിന്റെ പ്രവചനത്തിന്റെ നിവർത്തി. വിശുദ്ധ വെളിപ്പാട് 6:12-13. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റു നിൽക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്, സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. മഴയൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് നിലമ്പൂര് പ്രസംഗിക്കാൻ പോയതാ. ആകാശത്തിൻ്റെ സ്ട്രേഞ്ചിലെറ്റ് 6 കിലോമീറ്ററാണ് പോയത്. വീടില്ല, പള്ളിയില്ല, എല്ലാം പോയി. പുത്തുമല പോയി. ബൈബിളിൻ്റെ പ്രവചനങ്ങൾ അത് കണ്ടതിന് ശേഷം ഇപ്പോൾ കട്ടപ്പനക്കാർ, നെടുങ്കണ്ടംകാർ ടെലിവിഷൻ തുറന്നാൽ രാവിലെ വാർത്ത തിരുവനന്തപുരം ഓറഞ്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുക്കി യെല്ലോ, എറണാകുളം മാംഗോ, ആലപ്പുഴ പൈനാപ്പിൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണൂർ റെഡ്. ഇത് എവിടുന്ന് വരുന്നു? ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ, റെഡ്. സ്തോത്രം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സയൻസ്. ഇത് ഏഷ്യാനെറ്റിലെ വിനുവോ വേണു മാതൃഭൂമിയിലെ ഒന്നുമല്ല. ഇത് 12 കൊല്ലം ഞാൻ മുമ്പ് ഗവേഷണം നടത്തിയപ്പോൾ ഞാൻ പഠിച്ചതാ. ആകാശത്തിലെ 5ാമത്തെ വേഗത്തിൻ്റെ തട്ടനുസരിച്ച കാര്യങ്ങൾ റെഡി. അങ്ങനെയെങ്കിൽ 30ാമത് സെൻട്രൽ കൺവെൻഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ 5ാമതൊരു മേഘം സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ബൈബിളിലുണ്ടോ അങ്ങനെ വല്ല മേഘം? സങ്കീർത്തനം 104:3-4. ഇനി കട്ടപ്പന IPC വരുമ്പോൾ ഈ സയൻസ് പറയാം. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നുവെങ്കിൽ 5ാമത് മേഘം. അനിയത്തിമാരായി കുറെ കാറ്റുകളും. എന്തൊക്കെയാ? റീത്ത, കത്രീന, വിൽമ, കാർവി, മാത്തുക്കുട്ടൻ, ലോറൻസ് ഏട്ടൻ, മക, ബുൾബുൾ, മേഘനു, സാഗർ, ഓക്കി, പൈലിൻ. അന്നമ്മ ചിന്നമ്മ മറിയാമ്മ അടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പണ്ട് ഇതുപോലൊരു കാറ്റടിച്ചു. എവിടെ അടിച്ചു? മരണം കാണാതെ ഒരു അഭിഷിക്തൻ മേലോട്ട് പോയി. ആരാ? ഭക്തനായ ഏലിയാവ്. അങ്ങനെയെങ്കിൽ ഏലിയാവിനെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ നിന്നൊരു മേഘം ഇറങ്ങിയെങ്കിൽ ചുഴലിക്കാറ്റിൽ അവൻ എടുക്കപ്പെട്ടതുപോലെ 5ാമത്തെ മേഘം തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ നിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഈ സംഭവങ്ങൾ കണ്ട തലമുറയോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയുന്നു, കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ ആത്മമടബളനായ കർത്താവ് ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഉപ്പുതറ സെൻറ്ററിലിരിക്കുന്ന സഹോദരങ്ങളെ, ആദ്യം കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? രക്തമഴ പെയ്യുമോ? കൊറോണ വൈറസ് ഇറങ്ങുമോ? സൂര്യൻ ഇരുളാകുമോ? ചന്ദ്രൻ രക്തതുല്യമാകുമോ? റാൻസം വൈറസ് ഇവിടെ ആഞ്ഞടിക്കുമോ? പുകയിൽ നിന്ന് വെട്ടുക്കിളി എഴുന്നേക്കോ? ഇതൊന്നുമല്ല. ഈ തലമുറയിൽ ഒരു മഹാസംഭവം ഇടുക്കിയിലെ കുഞ്ഞുങ്ങൾ കാണുന്നു. ഇടുക്കിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ബസ്സിനകത്ത് നിന്ന് അനേക കുഞ്ഞുങ്ങൾ മധ്യാകാശത്തിലേക്ക് പറക്കുന്ന കാഴ്ച. നമ്പർ 1. നമ്പർ 2, കോട്ടയത്ത് നിന്ന് മുംബൈയിലേക്ക് പോകുന്ന ജയന്തി ജനത ട്രെയിനകത്തുനിന്ന് അനേക കുഞ്ഞുങ്ങൾ വാതിൽ പാളികൾ തുറന്ന് മധ്യാകാശത്തിലേക്ക് പോകുന്ന കാഴ്ച. തീർന്നില്ല. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്ന വിമാനത്തിന്റെ ചിറകുകൾ പൊട്ടിച്ചുകൊണ്ട് ചില ജീവിതങ്ങൾ മധ്യാകാശത്തിലേക്ക് പോകുന്ന കാഴ്ച. ആ സംഭവത്തിന്റെ പേര് കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ പ്രിയന്റെ മണിനാഥം മധ്യാകാശത്തിൽ മുഴങ്ങ്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഉപ്പുതറ സെന്ററിലെ കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തി, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി ചലിച്ചു തുടങ്ങുമ്പോൾ ഇന്ന് രാത്രി പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, അകത്തളം തിളയ്ക്കുന്ന കുഞ്ഞുങ്ങൾ ഈ സംഭവങ്ങൾ മുഴുവൻ കണ്ണുകളിൽ കാണുമ്പോൾ അകത്തളത്തിൽ അന്തരാത്മാവ് ഹേമിക്കുന്ന ദൈവമക്കൾ പ്രഥമ രാത്രി അവരുടെ അതരം തുറന്നുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കുക. പത്രോസ് ലീഗ
1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം കുഞ്ഞുങ്ങള്. 1 പത്രോസ് 4 അതിൻ്റെ 7-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. കരങ്ങളിൽ ലഭിച്ച വാക്യത്തിന് വേണ്ടി ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആഴമേറിയ 2-3 കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളോട് സംസാരിപ്പാൻ എളിയവനെയും ബലപ്പെടുത്തണം, വന്ന കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മുഖത്തൊന്നും വലിയ സന്തോഷമൊന്നുമില്ല, പ്രത്യേകിച്ച് ഈ അന്ത്യകാലം കേൾക്കണമെന്ന് വലിയ താല്പര്യമില്ല, സ്വോത്രം. എന്നാലും വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. മക്കളെ, 2017 കണ്ടവർ 18 കണ്ടില്ല, 18 കണ്ടവർ 19 കണ്ടില്ല, 19 കണ്ടവർ 2020 ജനുവരി കണ്ടില്ല. തിരുവനന്തപുരത്ത് ചെങ്കോട്ടുകോണം ഭാര്യ ഭർത്താവ് 3 കുഞ്ഞുങ്ങൾ നേപ്പാളിലേക്ക് പോയി. കോഴിക്കോട്ട് നിന്ന് ഒരു കുടുംബവും പോയി. നേപ്പാളിൻ്റെ സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ടു. സായം സന്ധ്യയിൽ റിസോർട്ടിനകത്ത് കിടന്നുറങ്ങി. ചൂടിന് വേണ്ടി ഒരു ഹീറ്റർ പോർട്ടബിൾ ഓൺ ചെയ്തു. നല്ല മൊബൈലും കണ്ട് ചപ്പാത്തിയും കഴിച്ച് സുഖമായി ഇവർ കടന്നുറങ്ങി. 8 പേർ. അവർ പോലും അറിഞ്ഞില്ല രാത്രിയിൽ ഹീറ്ററിൻ്റെ പൈപ്പ് ഒന്ന് ബ്രേക്കായി കാർബൺ മോണോക്സൈഡ് പുറത്തിറങ്ങി. രാവിലെ ചേതനയറ്റ 8 ഡെഡ് ബോഡികളാണ് നേപ്പാളിൽ കണ്ടത്. തിരുവനന്തപുരത്ത് വടക്കേ ഇന്ത്യയോടുള്ള ബന്ധത്തിൽ ഞാൻ മിഷൻ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു വീടായവർ 5 ഡെഡ് ബോഡിയാണ് രാവിലെ വന്നത്. ചെറുപ്പക്കാരെയും ദഹിപ്പിച്ചു. ബാക്കി 3 എണ്ണത്തിന് ഒരേ കുഴിയിൽ പെട്ടി. തത്സമയം കോഴിക്കോട് ഒരു ചെറുപ്പക്കാരി പിഞ്ചു കുഞ്ഞ് 3 വയസ്സുള്ള മോനെ ഒക്കത്തെടുത്തുകൊണ്ട് ചിതയ്ക്ക് തീ കൊളുത്തുന്ന ഒരു കാഴ്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഇന്ന് രാത്രി ഉപ്പതറ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലെ AC ഒക്കെ കണ്ടേക്കാം, ഒരു ഹീറ്റർ കണ്ടേക്കാം. അതിൻ്റെ ഒരു കോയിലൊന്ന് ബ്രേക്ക് ചെയ്താൽ, ഒരു ഫ്രിയോണോ അമ്മോണിയോ അടിച്ചാൽ രാവിലെ നിർജീവമായ ശരീരമാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി ഈ പന്തലിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം